നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പലപ്പോഴും മസാജ് ചെയ്യുന്നത് നല്ലതാണെന്ന്. മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുമുന്നതൊക്കെ നല്ലതാണെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും തന്നെ പോയി പലപ്പോഴും ഒരു നല്ല പ്രത്യേകിച്ച് ആയുർവേദ തിരുമയങ്ങൾക്ക് സ്ഥലങ്ങളിലൊക്കെ പോയി നന്നായിട്ട് കൈയും കാലും എല്ലാം തിരുമുന്നുണ്ട്. പ്രത്യേകിച്ച് NRIs ആയിട്ടുള്ളവർ ഇവിടെ നാട്ടിൽ വരുമ്പോൾ പിഴിച്ചിലിനൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ ഇത് ആയുർവേദത്തിൽ വളരെ നല്ലതാണെന്ന് തോന്നുന്നു. എന്നാൽ പല്ലിന് ഒരു ഒഴിച്ചിൽ ആവശ്യമാണോ? പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മോണ ഇറങ്ങിപ്പോയതിന് ചില മസാജുകളുണ്ടല്ലോ ഡോക്ടറെ, അത് ചെയ്താൽ മോണ ഇറങ്ങുന്നത് തിരിച്ചു വരുമോ? മോണ ഇറങ്ങുന്നത് തടയാൻ സാധിക്കുമോ? ഇതെല്ലാം പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പല്ലിന് ഒരു മസാജ് ആവശ്യമാണ്. അപ്പോൾ ഇതിന് പലപ്പോഴും ഉണ്ടാകുന്ന കാരണം, ഇത് തടയാൻ പറ്റുന്നത് എങ്ങനെ? മോണ ഇറങ്ങിപ്പോകുന്നത് തടയുന്നത് എങ്ങനെ? മോണ ഇറങ്ങിപ്പോകുന്നത് തടയാൻ മസാജ് സഹായിക്കുമോ? ഇതെല്ലാം പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പല്ലിനും ഒരു ഒഴിച്ചിൽ ആവശ്യമാണോ? അപ്പോൾ ഇതിന് 2-3 കാര്യമുണ്ട്. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പല്ലുകൾ പ്രത്യേകിച്ച് ബ്രഷ് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, പല്ല് കടിച്ചു പിടിച്ചിട്ട് ബ്രഷ് ചെയ്യരുത്. കടിച്ചു പിടിച്ചിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന പല്ലിൻ്റെ പല ഭാഗങ്ങളും ബ്രഷ് ചെയ്യാതിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ഒരു ആദ്യം ബ്രഷ് ചെയ്ത് അടുത്ത എന്ന് പറഞ്ഞാൽ മുകളിലത്തെ താടിയിലുള്ള എല്ലാ പല്ലുകളും ബ്രഷ് ചെയ്തതിന് ശേഷം താഴത്തെ താടിയിലുള്ള പല്ലുകൾ ബ്രഷ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പല്ലുകളും ബ്രഷ് ചെയ്തെന്നും പല്ലിൻ്റെ എല്ലാ ഭാഗങ്ങളും ബ്രഷ് ചെയ്തെന്നും അറിയാം. ഇതിനോടൊപ്പം തന്നെ ബ്രഷ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മോണയിലേക്കും കൂടെ ആ ബ്രഷ് ഒന്ന് കൊള്ളിക്കാവുന്നത്. എന്ന് പറഞ്ഞാൽ ഹാർഡ് ബ്രഷ് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കരുത്. പലപ്പോഴും ബ്രഷ് ചെയ്യുമ്പോൾ വലിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും മോണ ഇറങ്ങിപ്പോകുന്നതിന് കാരണം. അപ്പോൾ വലിക്കാതെ ഇതിനെ അത് ബ്രഷ് വെച്ച് തന്നെ ഒരു മസാജ് നമുക്ക് ചെയ്യാവുന്നതാണ് ബ്രഷിങ്ങിനകത്തുള്ളത്. 2, ബ്രഷിങ് കഴിയുമ്പോൾ ബ്രഷ് ചെയ്ത് നമ്മുടെ പല്ലിലെ ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ പ്ലാക്കും ഒക്കെ നമ്മൾ എടുത്തു കളഞ്ഞതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് പല്ലിൻ്റെ മോണയിൽ വളരെ ചെറുതായിട്ട് തടവി കൊടുക്കുക. അതിനു വേണ്ടി നമുക്ക് ചിലർ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിച്ചതിന് ശേഷം മോണ തടവി കൊടുക്കാറുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് 2-3 ഗുണങ്ങളുണ്ടെന്നാണ് അതിന് പറയുന്നത്. ഒന്ന് അതിനൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം. ഇപ്പോൾ പലപ്പോഴും വെളിച്ചെണ്ണ കിട്ടുന്നതിനകത്ത് പാരഫിൻ വാക്സ് ഉണ്ടെന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല. നല്ല വേർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ആ വേർജിൻ കോക്കനട്ട് ഓയിൽ ഒരു ശക്കലം എടുത്തതിന് ശേഷം നന്നായി കഴുകിയതിന് ശേഷം ഇത് മോണയിൽ തേച്ചിട്ട്, അപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ ഒഴിച്ചിലും ഇതിനൊക്കെ പോകുമ്പോൾ ഒരു എണ്ണ പരട്ടുന്ന പോലെ തന്നെ ഇതവിടെ പരട്ടി അതൊന്ന് നമ്മൾ കൃത്യമായിട്ടൊന്ന് മസാജ് ചെയ്യാമെങ്കിൽ അത് ഒരു ബെനിഫിഷ്യലായിട്ട് കാണാറുണ്ട്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് നമ്മുടെ മോണയ്ക്ക് നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ചില കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ പലപ്പോഴും പല്ലിൽ ക്ലീൻ ചെയ്യാത്ത പല്ലുകളാണ്. അതിനകത്ത് കാൽക്കുലസ് ഉണ്ടെങ്കിൽ മോണയിൽ നിന്ന് ചോര വരാനുള്ളൊരു സാധ്യതയുണ്ട്. മോണയിൽ നിന്ന് ചോര വരുന്നവർക്ക് ഇത് ചെയ്യുമ്പോൾ കൂടുതൽ മോണയിൽ ചോര വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പല്ലൊക്കെ ക്ലീൻ ചെയ്ത് മെനയായിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് മോണരോഗം വന്ന് മോണ ഇറങ്ങിപ്പോയവർക്ക് വീണ്ടും ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി പല്ലൊക്കെ ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയ പോർഷൻ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചതിന് ശേഷം മോണയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് മോണ വീണ്ടും ഇറങ്ങിപ്പോകാതിരിക്കാനും അതോടൊപ്പം തന്നെ മോണയുടെ ഹെൽത്തിനും നല്ലതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് മാത്രം മതിയോ? പലപ്പോഴും മോണരോഗത്തിന് പഴുപ്പുള്ളവർ പല്ലിൽ നിന്ന് ഓൾറെഡി മോണരോഗത്തിൻ്റെ രക്തം പൊടിയുന്നവരെല്ലാവരും ഇതാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ മോണയ്ക്ക് മസാജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവർ മസാജ് ചെയ്യും. അത് കഴിഞ്ഞ് ചോര കൂടുതൽ വരുന്നതനുസരിച്ച് വളരെ ശക്തമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ മസാജ് ചെയ്ത് പല്ലിളകിപ്പോയവരും ഉണ്ട്. അതുകൊണ്ട് ഇത് വളരെ സോഫ്റ്റായിട്ട് പല്ലിൻ്റെ മോണയ്ക്ക് അത് പറ്റുകയാണെങ്കിൽ ഒന്ന് വായിക്കകത്ത് തന്നെ കൈകൊണ്ട് നമുക്ക് മോണയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ. രണ്ടാമത് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഈ പല്ലിന് പുറമെ തന്നെ എന്ന് പറഞ്ഞാൽ പല്ലിലേക്ക് തൊടാതെ നമ്മുടെ ഈ മോണ എവിടെ നിന്ന് തുടങ്ങുന്നോ അവിടെ നിന്ന് പുറത്തുനിന്ന് തന്നെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് മുഖത്തിനും ഒരു മസാജ് കിട്ടും, ആ പറയുന്ന മോണയ്ക്കും മസാജ് കിട്ടുന്നതാണ്. 2 നേരം ബ്രഷ് ചെയ്തതിന് ശേഷം പുറത്തുനിന്ന് തന്നെ നമുക്ക് വേണമെങ്കിലും മസാജ് ചെയ്യാവുന്നതാണ്. ഈ 2 ചെയ്യുമ്പോഴും നമുക്കുണ്ടാകുന്ന കാര്യം ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതോടൊപ്പം തന്നെ മോണയുടെ ഹെൽത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇത് മാത്രം പോരാ എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ കാര്യം. കാരണം കൃത്യമായ ഇടവേളകളിലുള്ള ക്ലീനിങ്, അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റുകയും ചെയ്യുന്നത് കൃത്യമായ മോണയുടെ ഹെൽത്തിന് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് മോണയിറക്കം മാറുന്നതിന് മസാജ് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പോരാ. പക്ഷേ മോണയിറക്കം ഉള്ള ആളുകൾക്ക് അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം
മസാജ് ചെയ്യുന്നത് വീണ്ടും ഇത് തിരികെ വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പല്ലിൻ്റെ മസാജ് നിങ്ങൾ മറക്കരുത്. പ്രത്യേകിച്ച് പല്ല് കമ്പിയിട്ട് അത് ഊരിക്കഴിഞ്ഞവർ, പ്രത്യേകിച്ച് പല്ല് കമ്പിയിട്ട് ഊരിക്കഴിഞ്ഞവർ, അതോടൊപ്പം തന്നെ നമ്മുടെ പല്ല് അലൈനർ ഉപയോഗിച്ച് അതിൻ്റെ റിറ്റൻഷൻ ഫേസിലിരിക്കുന്നവർ, അതോടൊപ്പം തന്നെ മോണരോഗം വന്ന് അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം കഴിയുന്നവർ കൃത്യമായ ഇടവേളയിൽ രാവിലെയും വൈകുന്നേരം ബ്രഷ് ചെയ്തതിന് ശേഷം മോണ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മോണകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ നിങ്ങളുടെ പല്ലിൻ്റെ രോഗങ്ങളെ എങ്ങനെ മാറ്റി നിർത്താം, എങ്ങനെ അതിനെ പല്ലുകളെല്ലാം നന്നായി നിർത്താം, അതിൻ്റെ ചികിത്സാ രീതികൾ എന്താണ് എന്നെല്ലാം അറിയാൻ പല്ല് ഡോക്ടർ എന്നുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അതോടൊപ്പം തന്നെ ഇത് നിങ്ങളുടെ വീട്ടുകാരുടെ എല്ലാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ എല്ലാം വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം അറിയിക്കുന്നത് അവർക്ക് ആരോഗ്യമായ പല്ലുകൾ ഉണ്ടാകുവാനും നല്ല പുഞ്ചിരി ഉണ്ടാകുവാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഞാൻ ഡോക്ടർ തോമസ് നെച്ചിപ്പാടം നെച്ചിപ്പാടം ഡെൻ്റൽ മറൈൻ ഡ്രൈവ്, കൊച്ചി.